നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി പുഴ തടത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ജലജാഗ്രതാ സത്യാഗ്രഹം നടത്തി. ബാലസൗഹൃദ പഞ്ചായത്തായ അന്നമനടയിൽ കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മേലടൂർ അംഗനവാടിയിൽ നടന്നു. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പുഴ തടത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ജലജാഗ്രതാ സത്യാഗ്രഹം നടത്തി. ജലജാഗ്രതാ സംയുക്ത സത്യാഗ്രഹ സമിതി, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നിവയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, മുനിസിപ്പൽ കൗൺസിലർമാരായ VJ ജോജി, VO പൈലപ്പൻ, വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ശ്രീഹരി മൂർക്കന്നൂർ, II അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ബാലസൗഹൃദ പഞ്ചായത്തായ അന്നമനടയിൽ കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മേലടൂർ അംഗനവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. പഞ്ചായത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതി. കുട്ടികളിൽ കാർഷിക അഭിരുചി, ഇപ്പോൾ പുതിയ തലമുറ കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കാർഷിക അഭിരുചി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ബാലസൗഹൃദ പഞ്ചായത്തായിട്ട് മാറുന്നതിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള നിരവധിയായ മാനസികാരോഗ്യ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ കാർഷിക അഭിവൃദ്ധി വളർത്തിയെടുക്കുക, നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ സംസ്കാരം കുട്ടികളെ അറിയിക്കുക. കുട്ടികളിൽ കൃഷിയെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും വിഷരഹിതമായ ആഹാരം കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 19 അംഗനവാടികളിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ചെടിച്ചട്ടി, പച്ചക്കറി തൈ, വളം എന്നിവ അംഗനവാടികളിലേക്ക് വിതരണം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സവിത, PK മോഹനൻ, MC പോൾ, അംഗൻവാടി ടീച്ചർമാർ, രക്ഷിതാക്കൾ, കുട്ടികൾ, വയോജന ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തുക സ്വരൂപിച്ച് മാള ഹോളി ചൈൽഡ് സ്നേഹഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. തങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച തുകയാണ് കുട്ടികൾ വയനാടിനെ സഹായിക്കാൻ നൽകിയത്. പ്രധാന അധ്യാപിക സിസ്റ്റർ ഫ്ലോറൻസ് തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ വയനാട്ടിൽ ദുരന്ത മേഖലയിൽ സേവനം നടത്തി തിരിച്ചെത്തിയ മുൻ PTA എക്സിക്യൂട്ടീവ് അംഗം KP സാജനെ സ്കൂൾ മാനേജർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് ബിനു കാളിയാടൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ് ലിറ്റ്, സീഡ് കോർഡിനേറ്റർ ഡോണൽ ഡിസിൽവ, അധ്യാപകരായ ജിഷ സൈമൺ, നൈസ് മോൾ, ബിനു ജെയിംസ്, നോബി ഷൈജൻ എന്നിവർ സംസാരിച്ചു. ലിജി ജോർജ്, മേഘ ഡേവിസ്, സ്കൂൾ ലീഡർമാരായ സാവിയോൺ, ഫെമിൻ എന്നിവർ നേതൃത്വം നൽകി. അവർക്ക് ഇരുന്ന് പോകണം. ഒരു ഹിറ്റാച്ചി ചെന്നു ചൂരൽമലയിലെത്തി. അവിടുന്ന് 8 കിലോമീറ്ററോളം മലയിൽ കയറി പോകണം. ഈ സംഭവം നടന്ന സ്ഥലം മുണ്ടക്കായി എന്നുള്ള സ്ഥലം. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിനേഷിനെ 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നിയമം ലംഘിച്ച് ചന്ദ്രാപിന്നിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും 300 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI സജിപാൽ, സീനിയർ CPO മുഹമ്മദ് റാഫി, അനന്തുമോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്.
IMB പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശൂർ ജില്ലാ ചാപ്റ്റർ ഓഫീസ് ഉദ്ഘാടനവും വളണ്ടിയർ സംഗമവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. IMB തൃശൂർ ജില്ലാ ചാപ്റ്റർ ചെയർമാൻ മജീദ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ SI ജിംബിൾ ആദരോപഹാരം സമർപ്പണം നടത്തി. വാർഡ് മെമ്പർ KR ജൈത്രൻ യൂത്ത് വിങ്ങിനെ ആദരിച്ചു. ജോയിന്റ് കൺവീനർ PM അബ്ദുൾ റസാഖ്, MA മുഹമ്മദ് അഷ്റഫ്, KK കുഞ്ഞുമൊയ്തീൻ, മാർട്ടിൻ, P ജോസഫ്, PK മുഹമ്മദ്, EK ഇബ്രാഹിംകുട്ടി, സഫിയ അലി മുഹമ്മദ്, ഷരീഫ സെയ്ദു, PK സലാഹുദ്ദീൻ, സാലിഷ് വാടാനപ്പിള്ളി, ഷഹീൻ, ഇസ്ഹാൻ ചാവക്കാട്, ജയഫർ പുന്നക്ക ബസാർ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ CDS ചെയർപേഴ്സൺ വത്സല ഉണ്ണികൃഷ്ണൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുകയാണ്. പുല്ലൂറ്റ് ചാപ്പാറയിൽ താമസിച്ചു വരുന്ന നിർധന കുടുംബാംഗമായ വത്സലയുടെ ചികിത്സാ സഹായത്തിനായി വത്സല ഉണ്ണികൃഷ്ണൻ ചികിത്സാ സമിതി യോഗം നടന്നു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ TK ഗീത, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, PN രാമദാസ്, മുഷ്താഖ് അലി, നിഷാഫ് കുര്യാപ്പിള്ളി, CS ഷാജൻ, PN വിനയചന്ദ്രൻ, ഷിനിജ, തങ്കമണി രാധാകൃഷ്ണൻ, EC അശോകൻ, CDS വൈസ് ചെയർപേഴ്സൺ ആരിഫ ശങ്കരൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പുഴ തടത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ജലജാഗ്രതാ സത്യാഗ്രഹം നടത്തി. ബാലസൗഹൃദ പഞ്ചായത്തായ അന്നമനടയിൽ കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മേലടൂർ അങ്കണവാടിയിൽ നടന്നു. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.